നവകേരള സദസ്സിനിടെ കണ്ണൂർ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിന് കാരണം പോലീസാണെന്ന് CPIM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തടയാൻ പോലീസിനായില്ല. സംഘർഷത്തിന് കാരണം പോലീസിന്റെ കാര്യശേഷി ഇല്ലായ്മയാണ്. കലാപം തടയാൻ ശ്രമിച്ച DYFI പ്രവർത്തകരെ പോലീസ് വേട്ടയാടി. പോലീസ് രാജിന് നിന്നു കൊടുക്കില്ല എന്നും ഏരിയ സെക്രട്ടറി പറയുന്നു. ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പഴയങ്ങാടി പോലീസും അവർക്ക് മുകളിലുള്ളവരും പയ്യന്നൂർ DYSP ഉൾപ്പെടെയുള്ളവരും ഇത് കർത്തവ്യ മൂടന്മാരെ പോലെ നിന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നാട് പോയത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസ്യ വിവരങ്ങളുമായുണ്ട്. സജോ, നേരത്തെ കണ്ണൂർ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ഇപ്പോൾ മാടായി ഏരിയ സെക്രട്ടറിയും ഒക്കെ ഒരേ ശബ്ദത്തിൽ ഈ പോലീസിനെ വിമർശിക്കുകയാണല്ലോ. എന്താണ് അതിന് കാരണം? എന്താണ് ഈ മാടായി ഏരിയ സെക്രട്ടറി പറഞ്ഞത്? ഗോപികൃഷ്ണൻ, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടന്നു. അതിന് പിന്നാലെ ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ ജാമ്യത്തിലിറങ്ങി സ്വീകരണമൊക്കെ കൊടുത്തു. പക്ഷേ അതിനുശേഷവും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ നടന്നു. DYFI പ്രവർത്തകരുടെ വീട് കയറിയും മറ്റും പരിശോധനയും അറസ്റ്റും ഒക്കെ ഉണ്ടായി. അത് പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ പ്രാദേശികമായി സൃഷ്ടിച്ചു. ഇത് ഒരു തിരിച്ചടിയാകും ആഭ്യന്തരമായി പാർട്ടിയിൽ. അതായത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും വിശദീകരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടിയുണ്ടായി. അത് അവിടെ അതൃപ്തി ഉണ്ടാക്കി. ആ അതൃപ്തി പരിഹരിക്കുക എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ CPIMന്റെ ഏരിയ സെക്രട്ടറിക്കും ആ വികാരമാണ് ജില്ലാ സെക്രട്ടറിയും ഒക്കെ പങ്കുവയ്ക്കുന്നത്. അതിന്മേൽ അവർ വിശദീകരിക്കുന്നത് പഴി മുഴുവൻ പോലീസിനാണ്. അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെമ്പാടും ഇത്തരമൊരു ആസൂത്രിത സമരം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അക്രമം നടത്തുന്നതിന് വേണ്ടി ഒരു ആസൂത്രിത ശ്രമം ഉണ്ടായി. അതിൻ്റെ അരങ്ങൊരുക്കാനാണ് പഴയങ്ങാടിയിൽ ഇത്തരമൊരു ശ്രമം ഉണ്ടായത്. മുൻകൂട്ടി ഇത്തരം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള പ്രകോപനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും എന്ന കാര്യമൊക്കെ പോലീസിന് അറിയാമായിരുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പാർട്ടി എന്ന നിലയ്ക്കും പാർട്ടി നേതാക്കളും ഒക്കെ പോലീസിനെ അറിയിച്ചിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ല. ഇതികർത്തവ്യം മുടന്മാരെ പോലെ പോലീസ് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അത്തരമൊരു ഘട്ടത്തിലാണ് DYFI പ്രവർത്തകർക്ക് പ്രതിരോധിക്കേണ്ടി വന്നത്. ആ ഘട്ടത്തിൽ വൈകാരികമായ ഒരു പ്രതികരണം DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം CPIMനോ DYFIക്കോ അല്ല എന്ന് ഏരിയ സെക്രട്ടറി വി വിനോദ് പറയുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായതുകൊണ്ടാണ് അത്തരമൊരു ഘട്ടത്തിൽ DYFIക്ക് ഇറങ്ങേണ്ടി വരികയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായി പഴയങ്ങാടി പോലീസിനും ഒപ്പം പയ്യന്നൂർ DYSPക്കും ഒക്കെ ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയെന്ന് CPIM ജില്ലാ സെക്രട്ടറിയും ഒപ്പം ഏരിയ സെക്രട്ടറിയും ഒരേ സ്വരത്തിൽ പറയുന്നു. ഒപ്പം ഒരു പടി കൂടി കടന്ന് DYFI പ്രവർത്തകരെ പിന്നീട്, അതായത് കേസിൽ കുറച്ചുപേർ അറസ്റ്റിലായിരുന്നു, അതിനുശേഷം പോലീസ് നടത്തിയ കാര്യങ്ങൾ പോലീസിൻ്റെ വേട്ടയാണ്, അത് പോലീസ് രാജാണ്, അതിന് നിന്നുകൊടുക്കാൻ കഴിയുകയില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. അങ്ങനെ ഇക്കാര്യത്തിലെ ഉത്തരവാദിത്തം മുഴുവൻ പോലീസിൻ്റെ തലയിൽ ചുമത്തുന്നു. ഒപ്പം ഇവർക്ക് സ്വീകരണം നൽകിയ ജയിലിലായ പ്രതികൾക്ക് പിന്നീട് മാടായിൽ വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു. അവർ തെറ്റ് ചെയ്തിട്ടില്ല, അവർ ഒരു പ്രതിരോധം ആ ഘട്ടത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിരോധമാണ് നടത്തിയത് എന്നതുകൊണ്ട് അവർക്ക് സ്വീകരണം നൽകുകയാണ് ചെയ്തത്. അതിൽ യാതൊരു ഖേദവുമില്ല. സ്വീകരണം തന്നെയാണ് ഒരുക്കേണ്ടത്. അതാണ് പ്രതികരണങ്ങൾ ഇപ്പോൾ മാടായി ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സജോ ദേവസ്യ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.